ജി സുധാകരനെതിരെ വിമർശനവുമായി CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭ. എല്ലായിടത്തും നിന്നാൽ ജയിക്കാൻ ഇയാൾ കുട്ടിച്ചാത്തനാണോ എന്ന് ചോദ്യം. കായംകുളത്ത് തന്നെ തോൽപ്പിക്കണമെന്ന് പലരെയും ഫോണിൽ വിളിച്ച് പറഞ്ഞു. അമ്പലപ്പുഴയിലും ഇത് ആവർത്തിച്ചെന്നും യു പ്രതിഭ ആരോപിച്ചു. ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗം ഇന്നും പാർട്ടി സെക്രട്ടറിയെയും പിണറായി വിജയനെയും വിമർശിച്ചു. എല്ലാ പഴിയും പിണറായിക്ക് നൽകുന്നത് ശരിയല്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട്. മനീഷ് ഐഷ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എന്തായാലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും ഈ തോൽവി ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടി ജി സുധാകരനെതിരെ തന്നെയാണ് പ്രധാനമായും നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നത്. യു പ്രതിഭയും ആ രീതിയിൽ തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. രുചിഷ, കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരൻ താൻ എവിടെ നിന്നാലും വിജയിക്കുമെന്നുള്ള തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഈ ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭ ജി സുധാകരനെതിരെ സംസാരിച്ചത്. അതിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലായിടത്തും നിന്നാൽ വിജയിക്കാൻ ഇയാൾ കുട്ടിച്ചാത്തനാണോ എന്നുള്ളതാണ്. മാത്രമല്ല, യു പ്രതിഭയെ പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമം, ബോധപൂർവമായ ശ്രമം ജി സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. പലരെയും ഫോണിൽ വിളിച്ച് തന്നെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2021 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി പിരിവ് നടത്തി. പക്ഷേ ഇക്കാര്യം പാർട്ടിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ അതിനെ കണക്ക് നൽകുകയോ ഈ തുക എവിടെ വിവരം പാർട്ടിയെ അറിയിക്കുകയോ ചെയ്തില്ല. അന്ന് കൃത്യമായ നടപടിയെടുക്കാനോ അത് പൊതുജനങ്ങളോട് പറയാനോ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. പല കാരണങ്ങൾ കൊണ്ട് അവരത് വേണ്ടെന്ന് വെച്ചു. ഇതിനുള്ള തിരിച്ചടിയാണ് ജി സുധാകരൻ നൽകിയതെന്നും യു പ്രതിഭ പറയുന്നത്. അവിടെ തന്നെ തുടർച്ചയായ രണ്ടാം ദിവസം, അതായത് ഇന്നാണ് ജില്ലാ കമ്മിറ്റി അവസാനിച്ചത്. ഇന്നും ഇന്നും MP ഗോവിന്ദനെതിരെ അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയും രൂക്ഷമായ വിമർശനമുയർന്നു. അതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു. ഇതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ക്രിക്കറ്റ് മത്സരമാണെങ്കിൽ അതിൽ ക്യാപ്റ്റന് മാത്രമല്ല പരാജയത്തിന് ഉത്തരവാദിത്തമുള്ളത്, ടീം മുഴുവനാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരാളുടെ മേൽ മാത്രം പഴി ചേരുന്നത് ശരിയല്ലെന്നും പറയുന്നു. അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണം ആലപ്പുഴയിലെ സംഘടനാ പ്രവർത്തനം താറുമാറായതാണ്. ബ്രാഞ്ച് കമ്മിറ്റികളടക്കം ചേരുന്ന ഒരു സാഹചര്യമില്ല. ഇതിൽ പരിഹാരം ഉണ്ടാകണമെന്നും എന്തായാലും ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. ഇതിന് മറുപടി നൽകുന്നതിനിടയിലാണ് തോമസ് ഐസക് ഒരു കാര്യം വ്യക്തമാക്കിയത്: ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഒരു കാരണവശാലും മാറ്റില്ല. ബാക്കി കാര്യങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കുകയോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫോളോ ചെയ്യാമെന്നുള്ളതാണ് നിലവിൽ തോമസ് ഐസക് മറുപടിയായി പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ ജി സുധാകരനുമായുള്ള ഒരു യുദ്ധം അത് അവസാനിക്കാതെ ഇപ്പോഴും ആലപ്പുഴയിൽ തുടരുകയാണ്. വിജീഷ്.